പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കുട്ടിയെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടും അഴയാതെ ഹിജാബിലെ രാഷ്ട്രീയ വിവാദം. വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. നിയമം പറഞ്ഞ് ഹിജാബ് തടയാനാകില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കത്തോലിക്ക കോൺഗ്രസ് വിമർശനത്തിന് മറുപടിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വർഗീയ പ്രചാരണം നടത്തിയെന്ന് PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലിനെതിരെ പോലീസിൽ പരാതി നൽകി PTA അംഗം. നെന്മാറ പോത്തുണ്ടിയിലെ ക്രൂര കൊലയാളി ചെന്താമരയ്ക്ക് സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തവും 4.25 ലക്ഷം രൂപ പിഴയും. പിഴത്തുക മക്കൾക്ക് നൽകണം. ചെന്താമര പിഴയടയ്ക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും അങ്ങനെയെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി തുക നൽകണമെന്നും കോടതി. വിധി കേട്ട് കൂസലില്ലാതെ ചെന്താമര. ശബരിമല സ്വർണ്ണമോഷണത്തിന്റെ ഗൂഢാലോചന ബാംഗ്ലൂരുവിലായിരുന്നുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. മൊഴിയിൽ പറയുന്ന 5 അംഗ സംഘത്തെ കണ്ടെത്താൻ SIT. വിവാദങ്ങൾ ഭഗവാനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു. ED പ്രശാന്ത് ശബരിമലയിലും MG മനു നമ്പൂതിരി മാളികപ്പുറത്തും. KPCCയുടെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ K മുരളീധരൻ പങ്കെടുക്കില്ല. മെസ്സി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് സൂചനകൾ. കേരളത്തിലേക്കുള്ള അർജന്റീന ടീമിന്റെ വരവിൽ സ്ഥിരീകരണമില്ല. മൊറോക്കോയുമായുള്ള മത്സരത്തിന് AFA ചർച്ച നടത്തി. ഇന്നലെ തുടങ്ങുമെന്ന് പറഞ്ഞ കൊച്ചിയിലെ ടിക്കറ്റ് വിൽപ്പന സ്പോൺസർ തുടങ്ങാത്തതും മെസ്സി വരാൻ സാധ്യതയില്ലാത്തതിനാൽ എന്ന് സൂചന. ഇടുക്കിയിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. നെടുങ്കണ്ടത്ത് മലവെള്ളപ്പാച്ചിൽ. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. അറബിക്കടലിന് മുകളിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ വിശ്വസ്തരടക്കം ചൈനയിലെ 9 സൈനിക ജനറൽമാർ പുറത്തായവരിൽ സൈന്യത്തിലെ രണ്ടാമനായ ഹേ വെയ്ഡോങ്. സെൻട്രൽ കമ്മിറ്റി പ്ലീനത്തിന് തൊട്ടുമുമ്പുള്ള നടപടി ശ്രദ്ധേയം. വിദ്യാർത്ഥിനി TC വാങ്ങാൻ തീരുമാനിച്ചിട്ടും അവസാനിക്കാതെ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. സ്കൂളിലുണ്ടായ ഗുരുതരമായ പ്രശ്നം മറച്ചുവെക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. അല്ല, അവരുടെ വിമർശനത്തിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് ആ വിമർശനത്തിന് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിലും കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ചും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന നിലയിലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല, എന്തിന്റെ പേരിലായിരുന്നാലും. സ്കൂളുകൾ അവിടെ ക്രിസ്ത്യാനി, മുസൽമാൻ, ഹിന്ദു എല്ലാം ഒരുമിച്ച് പഠിക്കേണ്ട വിദ്യാലയങ്ങളാണ്. പാഠശാലയല്ല സ്കൂളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന ജനങ്ങൾ അതെല്ലാം തള്ളിക്കളയും. സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്ന മുസ്ലിം ലീഗ് വിവാദത്തിൽ കക്ഷിയാവുകയും ചെയ്തു. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതാത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷവും കാര്യവും മറ്റും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി സന്യാസിനിമാരെ അപമാനിച്ചുവെന്നും മാപ്പ് പറയണമെന്നുമുള്ള നിലപാടിലാണ് കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ. ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അതിന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ന്യൂസ് 18നോട് പ്രതികരണം നടത്തിയത്. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ബോധപൂർവം സ്കൂളിനുണ്ടായ പ്രശ്നങ്ങൾ മറയ്ക്കാനായി വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുകയാണ് എന്നാണ്. അതിനിടയിലാണ് മന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം കൂടി രംഗത്തെത്തിയത്. മുൻ മന്ത്രി കൂടിയായ ലീഗിൻ്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. ചില ഛിദ്രശക്തികൾ വിഷയത്തിൽ വിവാദമുണ്ടാക്കാനായ ബോധപൂർവമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇതിൽ ലീഗ് ഒരു നിലപാട് ആദ്യം പറയാതെ മൗനം പാലിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം നിയമം പറഞ്ഞ് ഹിജാബ് വിലക്കാൻ ആകില്ല എന്ന് തന്നെയാണ്. ആ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. മന്ത്രി സ്വീകരിച്ച ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. സ്കൂളിൽ സംഭവിച്ചത് അസഹിഷ്ണുതയുടെ ഉദാഹരണമാണ് എന്നുകൂടി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായ നിലപാട് പറയുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് നേതൃത്വം മന്ത്രി വി ശിവൻകുട്ടി എടുത്ത നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും മാനേജ്മെന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സ്കൂൾ പ്രതിനിധികളും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കുട്ടി TC വാങ്ങിക്കൊണ്ട് മറ്റൊരു സ്കൂളിൽ പ്രവേശനം തേടുന്നതിനുള്ള നടപടികളുമായി അതിൻ്റെ രക്ഷകർത്താക്കൾ മുമ്പോട്ട് പോകുന്നതിനാൽ മാത്രമാണ്. ഏതെങ്കിലും വിധേന ആ കുട്ടിക്ക് മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നും കൂടി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം ഇതിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോഴും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ് തൻ്റെ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇനി ഏത് നിലപാട് സ്വീകരിക്കും? ലീഗ് അടക്കം മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ പോലീസിൽ പരാതി. സാമൂഹിക മാധ്യമത്തിലൂടെ വർഗീയ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി PTA എക്സിക്യൂട്ടീവ് അംഗം ജമീറാണ് പരാതി നൽകിയത്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനെതിരെ കേരള മഹല്ല് കൂട്ടായ്മ വിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന നിയമങ്ങളെയും വെല്ലുവിളിച്ചുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നീക്കം നല്ലതല്ല എന്ന് കേരള മഹല്ല് കൂട്ടായ്മ സംസ്ഥാന കോർഡിനേറ്റർ TA മുജീബ് റഹ്മാൻ പറഞ്ഞു. പച്ചക്കള്ളമാണ് മാനേജ്മെന്റ് പ്രചരിപ്പിക്കുന്നത്. സെന്റ് റീത്താസ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രാദേശികമായി നിരവധി പരാതികൾ ലഭിച്ചതായും TA മുജീബ് റഹ്മാൻ പ്രതികരിച്ചു. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഈ തൊട്ടടുത്താണ്. മാധ്യമപ്രവർത്തകർക്കറിയാം, നിങ്ങളൊക്കെ അവരുടെ പത്രസമ്മേളനങ്ങളൊക്കെ കവർ ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ ഹിജാബിട്ട ഏറ്റവും നമ്മൾ സ്കൂളിലെ കുട്ടികളെക്കാളും ഏറ്റവും യൂണിഫോമിന്റെ കാര്യത്തിൽ പട്ടാളത്തിലും അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഹൈക്കോടതിയിലൊക്കെ നമ്മൾ ചിട്ട പാലിക്കപ്പെടേണ്ടത്. ആ ഹൈക്കോടതിയിൽ എത്ര ഹിജാബിട്ട അഡ്വക്കേറ്റുമാരായിട്ടുള്ള സഹോദരിമാരെ കാണണം. അതിന്റെ എൻറോൾ ചെയ്യുന്ന സമയത്ത് കളമശ്ശേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം കളമശ്ശേരി നമ്മുടെ HMT ജംഗ്ഷൻ ഇപ്പുറത്തുള്ള ആ ഹാളിൽ വെച്ചിട്ടായിരുന്നു അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ ഉൾപ്പെടെയുള്ളവർ അവിടെ. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബാംഗ്ലൂരുവിൽ എന്ന അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ബാംഗ്ലൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയത് എന്നും പോറ്റി ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. പോറ്റി പറഞ്ഞതനുസരിച്ച് 5 അംഗ സംഘത്തെ കണ്ടെത്താനാണ് SITയുടെ നിഗമനം. തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. റാന്നി കോടതി 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത്. തുടർന്ന് SP സുദർശന്റെ നേതൃത്വത്തിലുള്ള
അന്വേഷണ സംഘം വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളിയുടെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൂഢാലോചന അടക്കം നടന്നിരിക്കുന്നത് ബംഗളൂരുവിലാണെന്നും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന് താൻ മൊഴി നൽകിയത് ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഞ്ചംഗ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയ അഞ്ചംഗ സംഘം ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ പരിശോധന അവിടേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം ഈ കേസിൽ പ്രധാനമായി എഫ്ഐആറിൽ ആദ്യ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമാണ്. അതിൽ രണ്ടുപേർ മാത്രമാണ് നിലവിൽ, അതായത് മൂരാരി ബാബുവും അതോടൊപ്പം സുനിൽകുമാറും മാത്രമാണ് നിലവിൽ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായുള്ളത്. മറ്റുള്ളവർ ജോലി ചെയ്ത് വിരമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ മൂരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും അടക്കം വിശദമായി ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും. അതിൽ സുനിൽകുമാറിന് ഇത് സ്വർണ്ണപ്പാളിയാണ് എന്നറിയാമായിരുന്നിട്ടും പകരം ചെമ്പ എന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ആരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കണ്ടെത്തുക അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ദൌത്യമാണ്. അത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ജീവനക്കാരിലേക്ക് കൂടി അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ വ്യാപിപ്പിക്കുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷമേ 2019 ഭരണസമിതി അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തൂ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പ്രസാദ് ഇ.ഡി. ശബരിമല മേൽശാന്തി തൃശൂർ ചാലക്കുടി മറ്റത്തൂർക്കുന്ന് സ്വദേശിയാണ്. നിലവിൽ ആറേശ്വരം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. കൊല്ലം മയ്യനാട് സ്വദേശി MG മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കിട്ടെടുത്തത്. 8ാം റൌണ്ടിൽ അയ്യപ്പൻ പ്രസാദിൽ പ്രസാദിച്ചു. പന്തളം കൊട്ടാരത്തിലെ തന്നെ മൈഥിലി കെ വർമ്മ മാളികപ്പുറം മേൽശാന്തിയെ കണ്ടെത്താൻ നറുക്കെടുത്തു. അവിടെയും 8ാം റൌണ്ടിലാണ് മേൽശാന്തിയെ കണ്ടെത്താനായത്. ഭാഗ്യം മനു നമ്പൂതിരിയെ തേടിയെത്തി. ശബരിമല മേൽശാന്തി പട്ടികയിലും മനു ഉണ്ടായിരുന്നു. മഹാസൗഭാഗ്യം. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൽ പെടുന്നത്. ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞെറുക്കിൽ വരുന്നത് ആദ്യമായിട്ട് 4 പ്രാവശ്യം കൊണ്ട് ലിസ്റ്റിൽ വരുന്നുണ്ട്. 2 പ്രാവശ്യം 2 ശബരിമല മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തി ആയിട്ടും 2 പ്രാവശ്യം മാളികപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞെറുക്ക് കിട്ടുന്നത്. ആദ്യമായിട്ടാണ്. ജില്ലാ ജഡ്ജി കൂടിയായ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണനാണ് നറുക്കെടുപ്പിന് നേതൃത്വം നൽകിയത്. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായർ നിരീക്ഷകരായും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ന്യൂസ് 18 സന്നിധാനം. വിവാദങ്ങൾ ഭഗവാനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരക്ക് കണക്കിലെടുത്ത് ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് എന്നും പ്രശാന്ത് പ്രതികരിച്ചു. ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഴയുണ്ടായിരുന്നു ഇന്നലെയും രാവിലെയും ഒക്കെ. പക്ഷേ ആ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു. നല്ല വെയിലിലേക്ക് പോകുന്നു. ഏതായാലും മഴയും വെയിലും ഒന്നും ഭക്തർക്ക് പ്രശ്നമല്ല. മഴയും വെയിലും മാത്രമല്ല, വിവാദങ്ങളുടെ പെരുമഴയും ഈ ശബരിമല മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇവിടേക്ക് ഭക്തർ കൂട്ടത്തോടെ എത്തുകയാണ്. ഈ ദിവസങ്ങളിൽ ഇത്രയധികം തിരക്കുണ്ടാകാൻ ഒരു കാരണം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 21-22 തീയതികളിൽ വലിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അതുകൂടി മുൻകൂട്ടി കണ്ടാകാം ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. 2ാം തവണയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നത്. VV ഗിരിയായിരുന്നു ആദ്യം സന്നിധാനത്തെത്തിയ രാഷ്ട്രപതി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് വരികയാണ്. 22ാം തീയതി അവർ ഇവിടെ എത്തും. കെട്ടുകെട്ടി 18ാം പടി ചവിട്ടി ആചാരപ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അതൊരു പുതിയ ചരിത്രം കൂടിയായി മാറും. കാരണം ശബരിമല ഇന്ത്യ ഒട്ടാകെ ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്തർ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന
ഒരു ക്ഷേത്രമാണ്. അവിടെ ഇന്ത്യയുടെ പ്രഥമ പൗര എത്തുമ്പോൾ അതിന് പുതിയ മാനങ്ങളാണ്, വലിയ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും പമ്പയിലേക്കുള്ള വഴിയിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എപ്പോഴും വലിയ രീതിയിൽ ഭക്തജന തിരക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയാണ്. മകരവിളക്ക് സീസൺ തൊട്ട് മുമ്പുള്ള മാസത്തെ പൂജ. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ വച്ചിരുന്നു. ഇന്ന് ശബരിമലയിലെയും അതുപോലെ മാളികപ്പുറത്തെയും അടുത്ത ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിയുടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. അത്തരം വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ശബരിമലയിൽ. ഇത് ചിത്തിര ആട്ടവിശേഷം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ തിരക്ക് അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. വലിയ രീതിയിൽ ആളുകൾ ഇപ്പോഴും ഒരുപക്ഷെ ഒരു സീസൺ സമയത്തൊക്കെ കാണുന്നതിന് സമാനമായ ഒരു തിരക്ക് 18-ാം പടിക്ക് താഴെ കാണുന്നുണ്ട്. നേരത്തെയൊക്കെ മകരവിളക്ക് സീസണിലാണ് വലിയ രീതിയിൽ ഇത്ര തിരക്കുണ്ടാകുന്നത്. മലയാളികൾ മാത്രമായിരുന്നു ഈ മാസപൂജയ്ക്ക് എത്തിക്കൊണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾ അതിലും മാറ്റമുണ്ടാകുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വലിയ ഒരു ഒഴുക്ക് ഈ മാസപൂജ സമയത്തുമുണ്ട്. പോലീസുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകളെ കടത്തിവിടുന്നത്. വലിയ രീതിയിൽ ആളുകൾ ക്യൂ നിന്ന് മടുത്തൊക്കെ ചാടിക്കടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ സംയമനത്തോടുകൂടി പോലീസുകാർ അവരെയൊക്കെ ക്യൂവിൽ നിർത്തുന്നു. ഏതായാലും വലിയ തിരക്കുണ്ട്. മാസപൂജ ആയതുകൊണ്ട് പോലീസുകാരുടെ എണ്ണത്തിലും ഒക്കെ സ്വാഭാവിക കുറവുണ്ടാകും. ഇത്ര ഒരു തിരക്ക് പ്രതീക്ഷിച്ചു കാണില്ല. വലിയ ശക്തമായ മഴയുണ്ട്. തുലാമാസമാണ്, മഴയുണ്ട്. വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നട തുറന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയധികം തിരക്ക് ഒരുപക്ഷെ പ്രതീക്ഷിച്ചു കാണില്ല. ഏതായാലും വിവാദങ്ങളും തിരക്കുകളും മറ്റു തർക്കങ്ങളും ഒന്നും ശബരിമലയെയും അയ്യപ്പനെയും ബാധിക്കുന്നില്ല. VS പ്രശാന്ത് പറഞ്ഞതുപോലെ അതൊന്നും ബാധിക്കുന്നില്ല. അയ്യപ്പനോടുള്ള ഭക്തരുടെ ഭക്തി കൂടി വരുന്നു. അവിടെ ശബരിമല അത് ബാധിക്കുന്നില്ല. വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അതുതന്നെയാകും ശബരിമലയിൽ ഉള്ള കാഴ്ച. വിവാദങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. ഭക്തജനങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ സുഗമമായി ദർശനത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും ഇവിടെ ആയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്നും നാളെയും കൊണ്ട് ആ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകും. ഇതാണ് ശബരിമലയെയും ഭഗവാനെയും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ബാധിക്കില്ല എന്നുള്ള പ്രതികരണം ആണ് ഇപ്പോൾ വരികയും ചെയ്തിട്ടുള്ളത്. അതേസമയം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെയും സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയും KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പര്യടനം ഇന്ന് സമാപിക്കും. K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹ്നാൻ എന്നിവർ നയിക്കുന്ന മേഖലാ ജാഥകൾ ആണ് പന്തളത്ത് സമാപിക്കുക. UDF നേതാക്കൾ അണിനിരക്കുന്ന വിപുലമായ പദയാത്രയോടെയായിരിക്കും സമാപന സമ്മേളനം നടക്കുക. അതേസമയം വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ K മുരളീധരൻ പങ്കെടുക്കുന്നില്ല. KPCC പുനഃസംഘടനാ തർക്കങ്ങളുമായി ബന്ധമില്ല എന്നാണ് ഇതിൽ K മുരളീധരന്റെ പ്രതികരണം. ഗുരുവായൂരിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉള്ളതിനാലാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്നുമാണ് വിശദീകരണം. എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷുഭിതനായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയത്. തൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. KPCC പുനഃസംഘടനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരന്റെ മറുപടിയായിരുന്നു ഇത്. ആദ്യം VD സതീശന്റെ വാക്കുകളിലേക്ക്. ആന്നല്ല, അദ്ദേഹം ഗുരുവായൂർ 1-ാം തീയതിയായിട്ട് സന്ദർശനത്തിന് പോയതാ. ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം പോയത്. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയെന്ന്, എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന്. നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിലും എല്ലാവരും ഉണ്ട് വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഒരു പരിധിവരെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ശരിയാണ് എന്ന് പറയണം. സാധാരണ ഈ ഭാരവാഹി പട്ടിക വരുമ്പോൾ വലിയ പൊട്ടിത്തെറികളൊക്കെയാണ് പാർട്ടിയിൽ നടക്കാറുള്ളത്. ഇപ്പോൾ വിമർശനങ്ങളുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതായി വരുന്നത്? കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുള്ള നേതാക്കളുടെ വിവരങ്ങൾ അവർ ഹൈക്കമാൻഡിനെ എന്താണ് അതൃപ്തിക്ക് കാരണം എന്നതടക്കമുള്ളത് ഇന്നലെ തന്നെ അറിയിച്ചതാണ്. അതിനിടയിലാണ്
കെ മുരളീധരൻ ഒരേ ഒരു പേര് മാത്രമാണ് പൊതുസംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശിച്ചത്. പക്ഷേ ആ പേര് ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന വാർത്ത ഇന്നലെ നമ്മൾ തന്നെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സംഗമത്തിൽ ഈ കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്ന വിവരം കൂടി പുറത്തു വന്നത്. പക്ഷേ അതിനെ അതൃപ്തിയുമായി കൂട്ടിവായിക്കേണ്ടതില്ല എന്നാണ് മുരളീധരനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അദ്ദേഹം എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട്. മാത്രവുമല്ല, മുൻ നിശ്ചയിച്ച ചില പരിപാടികൾ ഇന്ന് അദ്ദേഹത്തിന് ഗുരുവായൂരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പന്തളത്തേക്ക് ഇന്ന് എത്താതിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ വലിയ തരത്തിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കില്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ 4 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തി വാക്കുകളായും ഫേസ്ബുക്ക് പോസ്റ്റുകളായും ഒക്കെ ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് കെ മുരളീധരൻ വിശ്വാസ സംഗമ യാത്രയുടെ സമാപന വേദിയിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. അതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യെസ്, ഇതാണ് സാഹചര്യം. പക്ഷേ മുൻ KPCC അധ്യക്ഷന്റെ പ്രതികരണത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന മട്ടിലായിരുന്നു മുൻ KPCC അധ്യക്ഷൻ പ്രതികരിച്ചത്. സുധാകരന്റെ വാക്കുകളിലേക്ക്. ഒന്നും അനുവദിക്കുന്നു കിട്ടൂല. നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. ഞാനിപ്പോൾ പരിപാടിക്ക് വന്നതാണ്. NSS ജനറൽ സെക്രട്ടറി G സുധാകരൻ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഒരു വിഭാഗം പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആലുവയിൽ നിന്നുള്ള കരയോഗം പ്രസിഡന്റ് അടക്കമുള്ളവരാണ് NSS വിമോചന സമിതി എന്ന പേരിൽ പ്രതിഷേധവുമായി എത്തിയത്. മാർച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു. ഹിന്ദുവിരുദ്ധ സർക്കാരിനെ പിന്തുണയ്ക്കും നേതാക്കളെ പോലീസ് എന്താ പറയാത്ത മാർച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു. സർക്കാരിനെ ഹിന്ദുവിരുദ്ധ സർക്കാരിനെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് ഇടുക്കി. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ കല്ലാർപ്പുഴ കവിഞ്ഞൊഴുകിയതോടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. വാഹനങ്ങൾ ഒലിച്ചുപോയി. ചപ്പാത്ത് തകരുകയും ചെയ്തു. ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ, കല്ലാർ ഡാമുകൾ തുറന്നു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തുടങ്ങിയ മഴ അർദ്ധരാത്രിയോടെ അതിശക്തമാവുകയായിരുന്നു. കൂട്ടാർ, തൂക്കുപാലം, മുണ്ടിയരുമ, ബാലഗ്രാം, താന്നിമൂട് തുടങ്ങിയ പ്രദേശങ്ങളിലെ 100 കണക്കിന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കൂട്ടാറിൽ ഒരു ട്രാവലറും ബൊലോറയും കാറും ബൈക്കും ഒഴുക്കിൽപ്പെട്ടു. വെള്ളമുയർന്ന മേഖലകളിൽ കഴിഞ്ഞിരുന്നവരെ രാത്രി തന്നെ നാട്ടുകാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ രാത്രി അതിഭീകരമായ മഴയായിരുന്നു. അന്നേരം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിൻ്റെ സിറ്റൗട്ടിൽ വെള്ളം കയറി നിൽക്കുന്നു. പുറത്ത് മുറ്റം മൊത്തം, ടൈലിൽ മൊത്തം ഒരു അരയടി കനത്തിൽ ചെളി വന്ന് അണിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുണ്ടിയരുമയിൽ വീടിനുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന്
ഒരു കുടുംബം വീടിന് മുകളിൽ അഭയം പ്രാപിച്ചെങ്കിലും പിന്നീട് വീട് പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇവരെ നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. കൂട്ടാറിൽ നിന്ന് ഗ്രാമീണ മേഖലയായ അല്ലിയാറിലേക്കുള്ള ചപ്പാത്ത് തകർന്നു. തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലെ നടപ്പാലത്തിലും വെള്ളം കയറി. കട്ടപ്പന കുന്തളംപാറയിലും തോട് കരകവിഞ്ഞ് ഒഴുകുകയാണ്. വണ്ടിപ്പെരിയാർ, കക്കിക്കവല, കുമളി ശാസ്താംനട, ആനവിലാസം ഭാഗങ്ങളിലും വെള്ളമുയർന്നു. ഇവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു. വ്യാപകമായ കൃഷിനാശവും ജില്ലയിലുണ്ടായി. അന്യാർത്തോളുവിൽ വളർത്തുമൃഗങ്ങൾ ഒലിച്ചുപോയി. നിരപ്പൽക്കടയിൽ അരയേക്കറിലധികം ഭൂമി നശിച്ചു. കൂട്ടാറിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെ 8 സ്പിൽവേ ഷട്ടറുകളും ഘട്ടം ഘട്ടമായി ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങി. 3763 ക്യൂസെക്സ് വെള്ളമാണ് നിലവിൽ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. കല്ലാർ ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. ഡാമിൽ നിന്നുള്ള വെള്ളം പുറത്തേക്കൊഴുക്കിയതോടെ പച്ചടിയിൽ ഓട്ടോറിക്ഷ ഒഴുകിപ്പോയി. രാവിലെ മുതൽ മഴ തോർന്നെങ്കിലും കല്ലാർപ്പുഴയിലെ ജലനിരപ്പ് ഇതുവരെയും താഴ്ന്നിട്ടില്ല. വിവിധ മേഖലകളിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഡാമിലും ജലനിരപ്പ് ഉയരുകയാണ്. 2381.82 അടിയാണ് ഇന്നത്തെ ജലനിരപ്പ്. ആകെ സംഭരണശേഷിയുടെ 76% ആണിത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2373.24 അടിയായിരുന്നു ജലനിരപ്പ്. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതി 3 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നും കോടതി വ്യക്തമാക്കി. വിധിയിൽ തൃപ്തരെന്ന് കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾ പ്രതികരിച്ചു. സമൂഹ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി. ചെന്താമര 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ കുറ്റങ്ങൾക്കാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. തെളിവ് നശിപ്പിക്കലിന് 5 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതിയുടെ മാനസിക നില ഭദ്രമെന്ന് വിലയിരുത്തിയ കോടതി ചെന്താമരയുടെ സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു. പരോൾ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ സാക്ഷികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം. സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വിധിന്യായത്തിൽ കോടതി വിശദീകരിച്ചു. വിധിയിൽ തൃപ്തരെന്ന് സജിതയുടെ മക്കളായ അഖിലയും അതുല്യയും പ്രതികരിച്ചു. പ്രതി പുറത്തിറങ്ങാതിരിക്കണമെന്നും കോടതിക്കകത്തുപോലും ഭയമായിരുന്നുവെന്നും മക്കൾ. ഇനി ജാമ്യമോ പരോളോ കിട്ടരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, പരോളോ ജാമ്യം കിട്ടരുതെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഒരിക്കലും പുറത്ത് വിടരുത്. ഈ കോടതിയിൽ പോലും നിൽക്കുമ്പോ ആ പേടി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. വിധിയിൽ തൃപ്തരെന്നും അപ്പീൽ നൽകില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയകുമാർ പ്രതികരിച്ചു. തൃപ്തനാണോ ഈ ഒരു വിധിയില്? നമ്മളുടെ എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ്. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതെല്ലാം ഒന്നുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിന് മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, അവർ പോയിരിക്കും. ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായെന്ന് പാലക്കാട് SP അജിത് കുമാർ പ്രതികരിച്ചു. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ശിക്ഷ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തിട്ട് പോലീസ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു ഏറ്റവും നിർണായകം കാര്യമാണ് ഈ കേസിൻ്റെ കൺവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാഹചര്യ തെളിവ് മാത്രമുള്ള കേസാണിതെന്നും കോടതി പരോൾ അനുവദിച്ചിരുന്നതാണെന്നും അതിനാൽ ശിക്ഷാ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകരായ ഷൺമുഖാനന്ദനും മനോജ് ജേക്കബും പറഞ്ഞു. മറ്റുള്ള മർഡർ കേസുകളെല്ലാം പ്രതിക്ക് പരോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെന്താമരയുടെ ഈ കേസിൽ പ്രതിക്ക് നിയമാനുസൃതം ലഭിക്കാവുന്ന പരോൾ ലഭിക്കാനും വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതാണ്. 2019 ഓഗസ്റ്റ് 31 സജിതയെ പൂത്തുണ്ടി തിരുത്തമ്പാടത്തെ വീട്ടിനകത്ത് കഴുത്തിനു പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലും മക്കൾ സ്കൂളിലുമായിരുന്നു. തന്റെ കുടുംബം തകർത്തത് സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവേ 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഇരട്ട കൊലപാതകത്തിൽ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സജിത വധക്കേസിലെ സാക്ഷി പുഷ്പയ്ക്ക് നേരെ ചെന്താമര വധഭീഷണി മുഴക്കിയതിനെ തുടർന്ന് അവർ നാടുവിട്ടുപോയിരുന്നു. സജിതയുടെയും സുധാകരന്റെയും മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്നാണ് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. സ്വർണ്ണമോഷണത്തിനായി അയൽക്കാരി കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട കീഴ്പ്പായൂർ
സ്വദേശി ലതാകുമാരിയാണ് മരിച്ചത്. കുറ്റകൃത്യം ചെയ്ത പോലീസുകാരന്റെ ഭാര്യ സുമയ്യ അറസ്റ്റിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു മരണം. ഒക്ടോബർ 9-നായിരുന്നു സംഭവം. പോലീസ് ക്വാർട്ടേഴ്സിലെ താമസക്കാരിയായ സുമയ്യ അയൽക്കാരി ലതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ ശേഷം തീ കൊളുത്തുകയായിരുന്നു. ഓഹരി ട്രേഡിംഗിൽ ഉണ്ടായ നഷ്ടം നികത്താനായിരുന്നു മോഷണം എന്ന് സുമയ്യ പോലീസിന് മൊഴി നൽകി. കൊല്ലത്ത് 20 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മയ്യനാട് സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്ന് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിൽ ആയിരുന്നു ഇയാൾ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. മുൻപും ഇയാൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ മട്ടന്നൂരിൽ MDMA വേട്ട. ന്യൂമാഹി സ്വദേശി ഋഷഭിൽ നിന്ന് 50 ഗ്രാം MDMA പിടിച്ചെടുത്തു. മട്ടന്നൂർ പോലീസ് പാലോട്ടുപള്ളിയിൽ നടത്തിയ റെയ്ഡിൽ ആണ് മയക്കുമരുന്ന് പിടികൂടിയത്. ബാംഗ്ലൂരുവിൽ നിന്ന് ബസ്സിൽ മയക്കുമരുന്ന് കടത്തിയിരുന്ന പ്രതി നേരത്തെ പോലീസ് നിരീക്ഷണത്തിൽ ആയിരുന്നു. യൂത്ത് കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് PJ കുര്യൻ. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നേതൃസ്ഥാനങ്ങളിൽ ആളുകളെ പരിഗണിക്കുന്നത്. BJPയിൽ നിന്ന് വന്നാലും പരിശോധിച്ച് അർഹമായ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അബിൻ വർക്കിക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നും PJ കുര്യൻ പ്രതികരിച്ചു. BJPയിൽ നിന്ന് വന്നാലും അർഹർക്ക് കൊടുക്കണം. പണിയെടുക്കുന്നവർക്ക് കോൺഗ്രസിന് അവസരമില്ലെന്നൊരു പൊതുവായിട്ടുള്ള അങ്ങനെ ചിന്ത എനിക്കില്ല. ഓരോ പാർട്ടിയും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കും. അവർക്ക് സൗകര്യവും ശരിയും തോന്നുന്ന തീരുമാനം എടുക്കും. അതിനെ നമുക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്. അതിന്റെ റാഷണൽ ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. വിമർശിക്കാം. കോട്ടയം പത്തനംതിട്ട ജില്ലാ അതിർത്തിയിലെ എരുമേലി ഇടകടത്തി തൊട്ടിലേക്ക് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രികന് പരിക്കേറ്റു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. കാർ റോഡിന്റെ ഇടതുവശം ചേർന്നാണ് സഞ്ചരിച്ചിരുന്നത്. ഇത് കാരണം വീതി കുറഞ്ഞ പാലത്തിലേക്ക് പോകാൻ ആകാതെ കാർ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. തോട്ടിൽ നിന്ന് 50 മീറ്റർ അകലെയായിരുന്നു പമ്പയാർ. സംഭവം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചൈനയിലെ 9 സൈനിക ജനറൽമാരെ പുറത്താക്കി. ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് നടപടി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ വിശ്വസ്തരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ PB അംഗം അടക്കമുള്ള പ്രമുഖരും നടപടി നേരിടുന്നവരിൽ ഉണ്ട്. പ്രസിഡന്റ് ഷീ ജിൻപിങ് കഴിഞ്ഞാൽ ചൈനീസ് സൈന്യത്തിലെ ഉയർന്ന പദവി വഹിച്ചിരുന്ന രണ്ടാമത്തെ ആളായ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാൻ ഹേ വെയ്ഡോങ്ങിനെയും പുറത്താക്കി. അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, എന്താണ് ഈ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? അഭിലാഷ്, കഴിഞ്ഞ ജൂലൈ മുതലാണ് ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിട്ടിരുന്നവരാണ് ഈ 9 ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. എന്നാൽ ഈ പുറത്താക്കൽ അത് തീർത്തും അപ്രതീക്ഷിതം തന്നെയായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ ഈ പറയുന്ന ഹേ വെയ്ഡോങ് ഉൾപ്പെടെയുള്ള പലരും, ഈ സൈനിക മേധാവിമാരായിട്ടുള്ള പലരും പൊതുവേദികളിൽ ഉൾപ്പെടെ എത്താതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ചൈനയുടെ സുപ്രധാനമായിട്ടുള്ള യുദ്ധവിജയത്തിൻ്റെ മാർച്ച് പാസ്റ്റും ആയുധ പ്രകടനം ഉൾപ്പെടെ നടന്നപ്പോഴും ഇദ്ദേഹം പ്രധാന വേദിയിൽ എത്തിയിരുന്നില്ല. അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ചില ആളുകൾ, അവരെ ഉൾപ്പെടെ ഈ നിലവിലുള്ള ഈ അഴിമതി ആരോപണത്തെ തുടർന്ന് പുറത്താക്കിയിട്ടുണ്ട്. അഴിമതിക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം, മുഖം നോക്കാതെയുള്ള നടപടി എന്നൊക്കെയാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. കാര്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു
സമ്മേളനം ഇപ്പോൾ തുടങ്ങാനിരിക്കുകയായിരുന്നു. അതിന് മുമ്പെയാണ് ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടി എന്ന് പറയുന്നത്. ഈ ചൈനീസ് പാർട്ടിയുടെ മീറ്റിംഗിൽ ചൈനയുടെ സാമ്പത്തിക ഭദ്രതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ടും പാർട്ടിയിലെ പ്രധാന അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടെയാണ് ഈ 9 പേരെ പുറത്താക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായത്. ഈ ഹേ വെയ്ഡോങ്ങിൻ്റെ കാര്യം ഉൾപ്പെടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയിലെ PB മെമ്പറാണ്, ഉന്നത സ്ഥാനം വഹിച്ചിരുന്നയാളാണ് പാർട്ടിയിൽ. അതുപോലെ തന്നെ ഷീ ജിൻ പിങ്ങിൻ്റെ പാർട്ടിയിലുള്ള പല പ്രമുഖ ആളുകളും ഈ 9 പേരുടെ പട്ടികയിലുണ്ട്. അപ്പോൾ ഇവരെ പുറത്താക്കുമ്പോൾ ഈ ഷീ ജിൻ പിങ് ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കളുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള വിമർശനവും നിലവിൽ ശക്തമായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ജൂലൈ മുതൽ തന്നെ അന്വേഷണം പുരോഗമിച്ച് വരികയായിരുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ പുറത്തു വിട്ടിട്ടില്ല നിലവിൽ. അഭിലാഷ്, വിശദാംശങ്ങളാണ് അജയ് നൽകിയത്. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് യുദ്ധം വ്യാപിക്കാൻ കാരണമാകുമെന്നാണ് പ്രതികരണം. ഗാസയിലെ സമാധാന കരാറിൽ ട്രംപിനെ അനുകൂലിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന് സാധിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ഇത് 3ാം തവണയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി US-ൽ എത്തുന്നത്. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ വാങ്ങുന്ന കാര്യത്തിൽ ധാരണയാക്കുന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. എന്നാൽ യുക്രൈന് നിലവിൽ മിസൈലുകൾ നൽകാനാകില്ലെന്ന് ട്രംപ് നിലപാടെടുത്തു. ഇത് യുദ്ധം വ്യാപിക്കാൻ ഇടയാക്കുമെന്നും റഷ്യയെ പൂർണ്ണമായി തള്ളിക്കളയാനാകില്ലെന്നും US പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നതിലെ അതൃപ്തി റഷ്യ അറിയിച്ചിരുന്നതായാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നിലവിലെ നിയന്ത്രണ രേഖയിൽ വെച്ച് ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. President Zelensky, as you know, today, and we had a very good meeting, very cordial meeting. In my opinion, they should stop the war immediately. You go by the battle line wherever it is, otherwise it's too complicated. You'll never be able to figure it out. You stop at the battle line, and both sides should go home, go to their families, stop the killing, and that should be it. Stop right now at the battle line. I told that to President Zelensky. I told it to President Putin. എന്നാൽ അലാസ്കയിൽ വെച്ച് നടന്ന ആദ്യഘട്ട ചർച്ചയിൽ യുക്രൈൻ ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ സഹായമുണ്ടെങ്കിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന് വ്ളാഡിമിർ സെലൻസ്കി പ്രതീക്ഷ പങ്കുവച്ചു. ഗാസയിൽ വെടിനിർത്തലും സമാധാന പദ്ധതിയും നടപ്പാക്കിയതിൽ ട്രംപിനെ സെലൻസ്കി അഭിനന്ദിക്കുകയും ചെയ്തു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഊർജ്ജമായി ഇത് മാറണമെന്നും സെലൻസ്കി പറഞ്ഞു. That it was also difficult to manage the situation in the Middle East, and if President was successful in it, I hope that he will manage this situation. Also, we spoke about Budapest. President shared with me their dialogue with Russian side, so we understand for us all the signals from Russians. They are not new, but we count on President, on his pressure on Putin to stop this war. I think we have to stop where we are, and he is right. President is right, and we have to stop where we are. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ച് പുടിനെ കാണുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാത്ത സാഹചര്യത്തിൽ റഷ്യ ചർച്ചയിൽ തുറന്ന നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് US പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഞ്ചാബിൽ ട്രെയിനിന് തീപിടിച്ച അപകടം. അമൃത്സർ സഹർസ ഗരീബ് രഥ് എക്സ്പ്രസിലെ കോച്ച് നമ്പർ 19-ലാണ് തീപിടുത്തമുണ്ടായത്. ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലുധിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന ട്രെയിനിൽ ആയിരുന്നു തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോച്ചിന് തീപിടിച്ച ഉടൻ തന്നെ യാത്രക്കാർ ട്രെയിനിന്റെ ചെയിൻ വലിച്ചതിനാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല.
കാസർഗോഡ് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിനിടെ കൂട്ടത്തല്ല്. പോലീസ് ലാത്തി വീശിയതോടെയാണ് സംഘം പിരിഞ്ഞുപോയത്. സംഭവത്തിൽ 50 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. കെ വി ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഈ കുട്ടികൾ തമ്മിലുള്ള സംഘർഷം കൂട്ടത്തല്ലിലേക്ക് കലാശിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ ഭാഗമായി എന്നാണോ? അതെ അഭിലാഷ്, പുറത്തു നിന്നുള്ള, അതായത് മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം ഏതാനും യുവാക്കളും ഈ കൂട്ടത്തല്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇത്തരത്തിലൊരു കൂട്ടത്തല്ലുണ്ടായത്. നിസാരമായ ഒരു പ്രശ്നം, അതിനെ തുടർന്നുണ്ടായ തർക്കം, പിന്നീട് അത് തെരുവുകളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ കൂട്ടത്തല്ലുമായി ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കിയാൽ ഈ കലോത്സവത്തിന് ഏറ്റവും അവസാന ദിവസം വലിയ തോതിൽ ഇത്തരത്തിൽ സംഘർഷം, കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുന്ന ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ, അതുപോലെ PTA കമ്മിറ്റിയും പോലീസ് സാന്നിധ്യം ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ ഇത്തരത്തിൽ വലിയ തോതിൽ അക്രമം, അത് റോഡിലേക്ക് പോലും ഇറങ്ങുന്ന സാഹചര്യം വന്നതോടെ ലാത്തി ചാർജ് നടത്തേണ്ട ഒരു സാഹചര്യം പോലീസിനുണ്ടായി. അങ്ങനെ നിരവധി പേർക്ക് ലാത്തി അടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർ പിന്നീട് അങ്ങനെയാണ് പിരിഞ്ഞു പോകുന്നത്. എന്നാലും മാത്രമല്ല, ഈ പുറത്തുനിന്നും വന്ന കുട്ടികൾക്കും പരിക്കുണ്ട്, അതോടൊപ്പം ഈ യുവാക്കൾക്കും പരിക്കുണ്ട്. ഈ സംഭവത്തിൽ 50ഓളം പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഏതാനും വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും അറിയുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു സംഘർഷം ഒഴിവായെന്ന് പറയേണ്ടി വരും. അഭിലാഷ്, വിശദാംശങ്ങളാണ് കെ വി ബൈജു നൽകിയത്. കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുളയിൽ കിണറ്റിൽ വീണത് പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചു. വനംവകുപ്പ് കിണറ്റിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതിനെ തുടർന്നാണ് സ്ഥിരീകരണം. ഇനി കിണറ്റിൽ കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടരഞ്ഞി പെരുമ്പുളയിൽ കിണറ്റിൽ കണ്ടത് പുലിയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൂടരഞ്ഞി പേരുമ്പുള മഞ്ഞക്കടവ് സ്വദേശി കുരിയളശ്ശേരി കുരിയച്ചന്റെ പറമ്പിലെ കിണറ്റിൽ അജ്ഞാത ജീവിയെ കണ്ടത്. സ്ഥലമുടമ ഉടൻ തന്നെ വിവരം വാർഡ് മെമ്പറെയും വനംവകുപ്പിനെയും അറിയിച്ചു. പിന്നീട് താമരശ്ശേരി റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തി കിണറ്റിലെ മാളത്തിൽ കയറിയ പുലിയെ പുറത്തിറക്കാൻ പടക്കം പൊട്ടിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് നിരവധി തവണ ലൈറ്റും ക്യാമറയും കിണറ്റിൽ ഇറക്കി പരിശോധന നടത്തി. എന്നാൽ ആഴത്തിലുള്ള വലിയ മാളമായതിനാൽ ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് ഇരയായി കോഴി ഇറച്ചി വെച്ചു. കോഴിയെ പുലി കൊണ്ടുപോയെങ്കിലും ക്യാമറയിലൊന്നും പതിഞ്ഞില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കിണറ്റിൽ CCTV ക്യാമറ സ്ഥാപിച്ചത്. ഇത് ഇന്ന് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പുലിയുടെ ദൃശ്യം കണ്ടത്. നിലവിൽ പുലിയെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. കിണറ്റിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനാണ് ലക്ഷ്യമിടുന്നത്. ലെപ്പേഡ് ആണെന്നുള്ളത് ആരോഗ്യകരമായ ലെപ്പേഡ് തന്നെയാണ്. അതിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. പുലിനെ കൂടിറക്കിയിട്ട് അതിലൊരു ഇര വെച്ചിട്ട് അതിനെ ആകർഷിച്ചിട്ട് ട്രാപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം ശൂരനാട് ശാസ്താംകോട്ട മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ കോടികൾ വിലമതിക്കുന്ന ഭൂമി CPIMന്റെ നേതൃത്വത്തിൽ നിയമവിരുദ്ധമായി കൈമാറാൻ ശ്രമം നടക്കുന്നതായി ആരോപണം. ഭരണസ്വാധീനം ഉപയോഗിച്ച് ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 2 ഏക്കർ ഭൂമിയാണ് CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശാഖയ്ക്കായി കൈമാറ്റം ചെയ്യാൻ നീക്കം നടക്കുന്നതായി ആരോപണമുയർന്നിരിക്കുന്നത്. നിയമപരമായ അനുമതികൾ ഇല്ലാതെ തന്നെ കരാർ വ്യവസ്ഥയിലൂടെ ഭൂമി വിട്ടുകിട്ടാൻ ശ്രമമാണെന്നാണ് ആരോപണം. 8 വർഷമായി തെരഞ്ഞെടുപ്പ് നടത്താതെ CPMന്റെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥരാണ് സംഘത്തെ നിയന്ത്രിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. അഡ്മിനിസ്ട്രേറ്റർമാരെ ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുപ്പിക്കുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. നമുക്കറിയാം, ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. 6 മാസം മാത്രം ഭരണകാലാവധി. നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ യാതൊരു അവകാശവും ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചില്ല. ദൈനംദിന കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ചുമതല മാത്രമാണ് അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററെ അനധികൃതമായി സ്വാധീനിച്ച് നിയമവിരുദ്ധമായി ഈ ഭൂമി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPMന്റെ ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്
വളരെ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി അതിനെ തടയിടും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാലത്ത് 100-ലധികം തൊഴിലാളികളോടുകൂടി കൊപ്ര സംഭരണശാലയായി പ്രവർത്തിച്ചിരുന്ന ഈ സഹകരണ സംഘം ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. കെട്ടിടം ജീർണാവസ്ഥയിലും ഭൂമി കാട് കയറിയ നിലയിലുമാണ്. നാളികേരം ഉൾപ്പെടെ, കൊപ്ര ഉൾപ്പെടെ, കശുവണ്ടി ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാർഷിക വിളകൾ സംഭരിച്ചുകൊണ്ട് ഈ നാട്ടിലെ കർഷകർക്കുതകും വിധം പ്രവർത്തിച്ചു വന്ന ഒരു സംഘമാണ്. ആ സംഘം ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആ സംഘത്തിൻ്റെ മുന്നിലേക്ക് ചെന്നാൽ അറിയാം, കാട് പിടിച്ച് 2 ഏക്കർ ഭൂമി കാട് പിടിച്ച്, അതുപോലെ ആ കെട്ടിടം നശിച്ച് നാമാവശേഷമായ ഒരവസ്ഥയാണ്. നിയമപരമായി അഡ്മിനിസ്ട്രേറ്റർക്ക് ഭൂമി കൈമാറ്റത്തിനുള്ള അധികാരമില്ലെങ്കിലും കരാർ ഒപ്പിടാൻ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് വിവരം. സംഭവം വിവാദമായതോടെ ഭൂമി കൈമാറ്റ ശ്രമത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറിൽ പണം ഇടപാടിന് UPI സേവനം മാത്രമാക്കി റെയിൽവേ. ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ നീക്കം. നിലവിൽ റെയിൽവേയുടെ കൗണ്ടറുകളിൽ പണം സ്വീകരിക്കുന്നില്ല, എന്നാൽ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളിൽ പണം സ്വീകരിക്കുന്നുമുണ്ട്. റെയിൽവേയുടെ പുതിയ മാറ്റം തിരക്കിട്ട യാത്രകളിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുമുണ്ട്. പരമാവധി പണമിടപാടുകൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് യാത്രക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന നീക്കവുമായാണ് റെയിൽവേയുടെ പുതിയ മാറ്റം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലാണ് ടിക്കറ്റ് കൗണ്ടറുകളിൽ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയിരിക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ജനറൽ ടിക്കറ്റ് കൗണ്ടറുകളിൽ പണം സ്വീകരിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പകരം കൗണ്ടർ സമീപം തന്നെയുള്ള ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളിൽ പണം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ എങ്ങുമില്ല. തിരക്ക് കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ ഈ മാറ്റം യാത്രക്കാരെ കുഴക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഡിജിറ്റൽ രീതികളിലേക്ക് മാറാത്ത ഒരു വിഭാഗം ജനങ്ങളെ അടക്കം പെട്ടെന്നുള്ള ഈ മാറ്റം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നാണ് പ്രധാന ആക്ഷേപം. കൃത്യമായ അറിയിപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൗണ്ടറുകളിൽ പണം സ്വീകരിക്കില്ല എന്നത് അറിയാതെ ക്യൂ നിൽക്കുന്നവരും അനവധിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ഒറ്റപ്പാലം ചുരങ്ങാട് റോഡിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. നെല്ലിക്കുറിച്ചി മുളഞ്ഞൂർ സ്വദേശി വന്ദനയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. മുരുക്കുംപറ്റ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിനെ അതേ ദിശയിൽ നിന്ന് വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ലോറി തലയ്ക്ക് മുകളിലൂടെ കയറിയിറങ്ങിയായിരുന്നു മരണം. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടി സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് മത്സ്യബന്ധനത്തിന് പോയ തോണി അപകടത്തിൽപ്പെട്ട് 3 പേർക്ക് പരിക്കേറ്റു. കുലവൻ എന്ന തോണിയാണ് ആഴക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. ജിനീഷ്, രാമകൃഷ്ണൻ, ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോണിയും യന്ത്രവും ഉൾപ്പെടെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മറ്റൊരു ബോട്ടിൽ എത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചത്. 2 മണിക്കൂറിൽ അധികം ഇവർക്ക് കടലിൽ കഴിയേണ്ടി വന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും ഇവർ രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അറ്റാദായത്തിൽ 9.6% വർധന. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 2ാം പാദത്തിലെ അറ്റാദായത്തിൽ ആണ് വർധനവ് രേഖപ്പെടുത്തിയത്. 12,165 കോടി രൂപയാണ് 2ാം പാദത്തിലെ അറ്റാദായം. ഗ്രൂപ്പിന് കീഴിലുള്ള ഉപഭോക്തൃ ബിസിനസ്സുകൾ മികച്ച പ്രകടനം നടത്തിയതും ഓയിൽ ടു കെമിക്കൽ യൂണിറ്റ് ആഗോള പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറിയതുമാണ് തുണയായത്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഹോസ്റ്റൽ സംവിധാനവും ക്ലാസ് മുറികളും ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സമരത്തിന് ഐക്യദാർഢ്യവുമായി രക്ഷകർത്താക്കളും പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. എന്നിട്ടും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. തുടർന്നാണ് ഇന്ന് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. 2 വർഷമായിട്ടും ഹോസ്റ്റൽ സൗകര്യമോ വേണ്ടത്ര അധ്യാപകരോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമോ ലഭിച്ചിട്ടില്ല. പലതവണ ഇക്കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. ഇന്നിവിടെ കേരളത്തിലെ നാനാമൂലകളിൽ നിന്ന് തങ്ങളുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ സമര നടപടികളിലേക്ക് ഏറെ
ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാം എന്നല്ലാണ്ട് ഇതുവരെ ഒരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഈ നഴ്സിംഗ് പിള്ളേരെ ഒരു രണ്ടാം തരം പിള്ളേരായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കി ഞങ്ങൾക്ക് പൈനാവിൽ തരാമെന്ന് പറഞ്ഞ ഹോസ്റ്റൽ അത് ഏകദേശം ഒരു 39ഓളം റൂമുകൾ 6-7 സ്റ്റാഫുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ ഹോസ്റ്റലിൽ വിട്ടുതരാനും ആൺകുട്ടികൾക്ക് എഫ് ടൈപ്പ് ക്വാർട്ടേഴ്സുകൾ അനുവദിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയേക്കുന്നത്. സമരത്തിന് വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും ഐക്യദാർഢ്യവുമായി എത്തി. കേരള BSc നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷനും സംസ്ഥാന കൗൺസിലും സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മിനി ദിശ എക്സ്പോ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായാണ് മിനി ദിശ കരിയർ എക്സ്പോ സംഘടിപ്പിച്ചത്. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എക്സ്പോ നടന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് കരിയർ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. +1, +2 വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന എക്സ്പോയുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പീരീഡിലാണ്. കരിയറിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പോഷർ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്റ്റാളുകൾ അടക്കമുള്ളത് എക്സ്പോയിലൂടെ കാണാനും കരിയറിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ക്ലാസുകൾ കേൾക്കാനും അതുവഴി സ്വയം വിലയിരുത്തിക്കൊണ്ടൊരു കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന ദിശ എന്ന പദ്ധതിയുടെ ഭാഗമായി കേവലം ഒരു ഭാഗത്ത് മാത്രമല്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതിന്റെ പ്രയോജനം ലഭ്യമാകണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് മിനി ദിശകൾ ഓരോ വിദ്യാഭ്യാസ ജില്ലകൾ തോറും നടത്താൻ തീരുമാനിച്ചത്. എക്സ്പോയുടെ ഭാഗമായി ISRO, IIST, ഐസർ, കെൽട്രോൺ, LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NCS, കേഡാറ്റ് എന്നിവയുടെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 2 ദിവസങ്ങളിലായി ഉന്നത വിദ്യാഭ്യാസ സെമിനാറുകളും കേഡാറ്റ് അഭിരുചി പരീക്ഷയും എക്സ്പോയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഭക്ഷണം തേടിയുള്ള 2 പേരുടെ യാത്ര അവസാനിച്ചത് ഒരേ ഇടത്ത്. ഒടുവിൽ ഇരയ്ക്ക് വേണ്ടി ബലാബലം പോർമുഖം. പക്ഷേ ആര് വിജയിച്ചു എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. സാമാന്യം വലിപ്പമുള്ള തവളയെ ഒരേ സമയം വായിലാക്കിയത് 2 മൂർഖൻ പാമ്പുകൾ. പാലക്കാട് ചിറ്റൂർ റൂട്ടിലെ കടുക്കാംകുന്നത്താണ് സംഭവം. കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിലായിരുന്നു ഇരുവരുടെയും പോരാട്ടം. ആര് ജയിക്കുമെന്നറിയാൻ കണ്ടു നിന്നവർക്കും കൗതുകം. പക്ഷേ ക്ലൈമാക്സ് എന്താ എന്ന് ദൃക്സാക്ഷികൾക്കും അവ്യക്തം. പാമ്പുകൾ തവളയെ കടിച്ചുകൊണ്ട് തന്നെ സമീപത്തെ വിടവിലേക്ക് പോയതോടെ മൊബൈൽ പിടുത്തക്കാരും പിന്മാറുകയായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കാർഷിക മേഖലയോട് മുഖം തിരിക്കുന്ന യുവതലമുറയ്ക്ക് മാതൃകയായി കുട്ടിക്കർഷകർ. ഇടുക്കി മേലേച്ചിന്നാർ വള്ളിയാന്തടത്തിൽ സാജന്റെയും ബിന്ദുവിന്റെയും മക്കളാണ് കാർഷിക വൃത്തിയിൽ കരുത്ത് കാട്ടുന്നത്. കൃഷിയിൽ നിന്ന് യുവതലമുറ തുടർച്ചയായി പിന്മാറുമ്പോൾ ക്രിസ്റ്റോയും ജോർജും പഠനത്തോടൊപ്പം കാർഷിക രംഗത്തും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ്. കൃഷിയിലൂടെ ജീവിതം കരക്കടിപ്പിച്ച മാതാപിതാക്കളുടെ മാതൃകയാണ് ഈ കൊച്ചുമിടുക്കന്മാർ പിന്തുടരുന്നത്. നിരവധി സേവന പ്രവർത്തനങ്ങളിലും ഈ കുടുംബത്തെ തേടി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. പച്ചക്കറി ഇനങ്ങളാണ് ക്രിസ്റ്റോയും ജോർജും നട്ടുപരിപാലിപ്പിക്കുന്നതിൽ പ്രധാനം. പാവൽ, പച്ചമുളക്, വെള്ളരി, വഴുതന, തക്കാളി,
ഇഞ്ചി, വെണ്ട എന്നിവയെല്ലാം ഇവരുടെ തോട്ടത്തിലുണ്ട്. ഞങ്ങൾ ഹോളിക്രോസ് നെടുങ്കണ്ട സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ കൃഷിയിൽ ഇച്ചിരി താല്പര്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പപ്പയും അമ്മയും കൃഷി ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മാസിൻ്റെ കുട്ടി കർഷകൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. പച്ചക്കറി, പയർ, മുളക്, തക്കാളി, വെള്ളരി അത്യാവശ്യം ഉള്ളതെല്ലാം ഉണ്ട്. കഴിഞ്ഞ 6 വർഷമായി ക്രിസ്റ്റോയും ജോർജും പഠനത്തോടൊപ്പം കാർഷിക രംഗത്തും സജീവമാണ്. നെടുങ്കണ്ടം ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കാർഷിക മേഖലയിലെ ഇവരുടെ താൽപര്യം പ്രദേശവാസികൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം ഗ്രാമിന് 11,995 രൂപ, പവൻ 95,960 രൂപ. 18 ക്യാരറ്റ് ഗ്രാം 9,915, പവൻ 79,320. വെള്ളി ഗ്രാം 203, കിലോ 2,03,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം ചേരും. നമസ്കാരം.